Hi everyone, this is CMA Afzal Alungal here. Before starting the video, please hit the like button. If you are new to my channel, please subscribe the channel for more CMA related contents. 3 അപ്ഡേറ്റുകൾ പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത്. ഒന്ന്, 2024 ജൂൺ അറ്റംപ്റ്റിന് എക്സാം എഴുതിയ കുട്ടികളാണെങ്കിൽ അവർക്ക് രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് ഇൻ്റർമീഡിയറ്റോ ഫൗണ്ടേഷനോ ഫൈനലോ നിങ്ങൾ കോഴ്സ് രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് പ്രൊവിഷണലായിട്ടാണ് രജിസ്റ്റർ ചെയ്തതെങ്കിൽ അതറിയാത്ത കുട്ടികളുണ്ടാവാം. സാർ, എന്താണ് ഈ പ്രൊവിഷണൽ രജിസ്ട്രേഷൻ? ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങൾ ഡിഗ്രി പഠിച്ചു, ഡിഗ്രി ഫൈനൽ ഇയർ 5th സെം കഴിഞ്ഞിട്ട് 6th സെം എഴുതുന്നതിന് മുമ്പ് നിങ്ങൾ CMA ഇൻ്റർമീഡിയറ്റിന് നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാം, യു ആർ എലിജിബിൾ. അങ്ങനെ ചെയ്ത കുട്ടികളുണ്ടാവാം. അതായത് ഡിഗ്രി കഴിഞ്ഞ സർട്ടിഫിക്കറ്റ് കൊടുക്കാതെ ജസ്റ്റ് എക്സാം 5th സെം അറ്റൻഡ് ചെയ്ത സർട്ടിഫിക്കറ്റുകൾ കൊടുത്തിട്ട് രജിസ്റ്റർ ചെയ്ത കുട്ടികളുണ്ടാവാം. അവരെയാണ് നമ്മൾ പ്രൊവിഷണൽ രജിസ്ട്രേഷൻ എടുത്ത കുട്ടികൾ എന്ന് പറയാം. ഫൗണ്ടേഷൻ്റെ കേസാണെങ്കിൽ +2 അറ്റൻഡ് ചെയ്യാൻ പോകുന്ന സമയത്ത് +2 റിസൾട്ട് വരുന്നതിന് മുമ്പ് രജിസ്ട്രേഷൻ എടുത്തവരുണ്ടാവാം. അവരെയാണ് ഫൗണ്ടേഷനിൽ പ്രൊവിഷണൽ രജിസ്ട്രേഷൻ എടുത്ത കുട്ടികൾ എന്ന് പറയാം. ഇതേപോലെ ഫൈനലിന് പ്രാക്ടിക്കൽ ട്രെയിനിങ്ങും IOTP ഒക്കെ പെൻഡിങ് ഉള്ള ആളുകൾ ഉണ്ടാവാം. ഈ പെൻഡിങ് ഉള്ള ആളുകൾ ജൂൺ 2024 എക്സാം എഴുതിയിട്ടുണ്ടാവും. അവർക്ക് ഇൻസ്റ്റിറ്റ്യൂട്ട് അവരുടെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തതിൻ്റെ +2 ഫൗണ്ടേഷൻ സ്റ്റുഡൻസ് ആണെങ്കിൽ +2 10th ++2 സർട്ടിഫിക്കറ്റുകൾ ഒറിജിനലുകൾ പ്രൊഫഷണലായിട്ടാണല്ലോ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാവുക. അത്തരത്തിലുള്ള കുട്ടികൾ, എല്ലാവരുടെ കേസല്ല, അങ്ങനെ രജിസ്റ്റർ ചെയ്തവർക്ക് മാത്രമാണ് ഇത് ബാധകം. അപ്പം അങ്ങനെ രജിസ്റ്റർ ചെയ്തവർ ഫൗണ്ടേഷൻ ആണെങ്കിൽ 10th +2 സർട്ടിഫിക്കറ്റുകൾ ഒറിജിനൽ ജൂലൈ 8-ാം തീയതിക്ക് മുമ്പ് ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് സബ്മിറ്റ് ചെയ്യണം. ഇനി ഇൻ്റർമീഡിയറ്റ് ഡയറക്റ്റ് എൻട്രി വഴി ഡിഗ്രി ക്വാളിഫൈ ചെയ്യാതെ 5th സെം കഴിഞ്ഞിട്ട് പ്രൊവിഷണലി രജിസ്റ്റർ ചെയ്ത കുട്ടികളാണെങ്കിൽ ജൂലൈ 31st മുമ്പായിട്ട് അവരുടെ ഒറിജിനൽ സർട്ടിഫിക്കറ്റുകൾ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് സബ്മിറ്റ് ചെയ്യണം. ഇനി ഫൈനൽ എഴുതിയ കുട്ടികളാണെങ്കിൽ ഫൈനലിന് പ്രൊവിഷണൽ എന്ന് പറഞ്ഞാൽ IOTP ട്രെയിനിങ്ങും അതേപോലെ പ്രാക്ടിക്കൽ ട്രെയിനിങ്ങും ഒന്നും കംപ്ലീറ്റ് ചെയ്യാത്ത കുട്ടികൾ, അവരത് കംപ്ലീറ്റ് ചെയ്തിട്ട് 31st ജൂലൈ അതിൻ്റെ സർട്ടിഫിക്കറ്റുകൾ എന്ത് ചെയ്യണം, ഫോമുകൾ അപ്ലോഡ് ചെയ്യണം. 31st ജൂലൈ 2024 മുമ്പായിട്ട് അപ്ലോഡ് ചെയ്യണം. എന്നെങ്കിൽ നിങ്ങൾ എഴുതിയ ജൂൺ 2024 എക്സാമിൻ്റെ റിസൾട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് പബ്ലിഷ് ചെയ്യുള്ളൂ, അല്ലെങ്കിൽ അത് വിത്ത്ഹെൽഡ് ചെയ്യും. ഇതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ജൂൺ 21 ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഭാഗത്തു നിന്ന് നോട്ടിഫിക്കേഷൻ വന്ന ഒരു കാര്യം. ശ്രദ്ധിക്കാത്ത കുട്ടികൾ ഉണ്ടാവാം, അവർക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. അല്ലാതെ നോർമലി എല്ലാം കഴിഞ്ഞ് ഡിഗ്രി കഴിഞ്ഞ് രജിസ്റ്റർ ചെയ്താൽ +2 കഴിഞ്ഞ് രജിസ്റ്റർ ചെയ്താൽ അല്ലെങ്കിൽ പ്രാക്ടിക്കൽ ട്രെയിനിങ് ഒക്കെ കംപ്ലീറ്റ് ചെയ്ത കുട്ടികളാണെങ്കിൽ ജസ്റ്റ് ഇഗ്നോർ, അവർക്കിത് ബാധകമല്ല. രണ്ടാമത്തെ അപ്ഡേറ്റ്, ഇൻസ്റ്റിറ്റ്യൂട്ട് ഇപ്പോൾ മെയിൽ അയച്ചു തുടങ്ങിയിട്ടുണ്ട് പല സ്റ്റുഡൻസിനും. അതായത് സാപ്പ് കോഴ്സുകൾ പല സ്റ്റുഡൻസും കംപ്ലീറ്റ് ചെയ്യാത്തതുണ്ടായിരുന്നു. ഓൺലൈൻ, നമുക്കറിയാം സാപ്പ് പോലുള്ള ഓൺലൈൻ സ്കിൽ ട്രെയിനിങ് പ്രോഗ്രാമുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് ഇന്ററിൻ്റെ ഭാഗമായിട്ട്. അത് കംപ്ലീറ്റ് ചെയ്യലും മാൻഡേറ്ററി ആണ്, നമുക്കറിയാം. അത് ഓൺലൈനിൽ നടക്കാത്ത ബാച്ചുകൾ ഉണ്ടായിരുന്നു. അതായത് ഇതുവരെ അവർക്ക് അങ്ങനെ ഒരു എക്സാമോ ക്ലാസ്സുകളോ കണ്ടക്റ്റ് ആയിട്ടില്ല. അങ്ങനെയുള്ള കുട്ടികളുണ്ട്, ഇതുവരെ അത് ചെയ്യാത്ത കുട്ടികളുണ്ട്. അവർക്ക് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഭാഗത്തുനിന്ന് പല സ്റ്റുഡൻസിനും ഓഫ്ലൈനായിട്ട് ഇനി മുതൽ സാപ്പ് പോലുള്ള സ്കിൽ ട്രെയിനിങ് കോഴ്സുകൾ, ഇതുവരെ നമ്മൾ ഓൺലൈനായിരുന്നു ചെയ്തിരുന്നത്, ഓൺലൈനിൽ ക്ലാസ് അറ്റൻഡ് ചെയ്ത് ഓൺലൈനിൽ തന്നെ സെൽഫ് അസസ്മെൻറ്റ് ചെയ്യുന്ന രീതിയിലായിരുന്നു ആ ഒരു സ്കിൽ ട്രെയിനിങ് ഉണ്ടായിരുന്നത്. ഇനി മുതൽ അത് നമ്മൾ റീജിയണൽ ഓഫീസുകളിലോ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ റീജിയണൽ ഓഫീസുകളിലോ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ചാപ്റ്ററുകളിലോ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ സപ്പോർട്ട് സെൻറ്ററുകളിലോ പോയി ഫിസിക്കലി നമ്മളത് ചെയ്യണം എന്ന രീതിയിലേക്ക് മാറ്റിയതായിട്ട് മെയിൽ വന്ന് തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ പല സ്റ്റുഡൻസും മെയിലിൻ്റെ സ്ക്രീൻഷോട്ടുകൾ അയച്ചിട്ടുണ്ടായിരുന്നു. അതിൽ പറയുന്നത് ഇങ്ങനെയാണ്: ഡിയർ സ്റ്റുഡൻറ്, വി വിൽ ബി സ്റ്റാർട്ടിംഗ് വിത്ത് ഫിസിക്കൽ മോഡ് ഓഫ് സാപ്പ് സ്കിൽ ട്രെയിനിങ് അറ്റ് അവർ റീജിയണൽ ഓഫീസ് ഫ്രം ഡേറ്റ് ഒക്കെ കൊടുത്തിട്ട് ആ ബാച്ചിലേക്കുള്ള കുട്ടികളാണെങ്കിൽ അങ്ങനെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ രീതിയിലേക്ക് മാറുന്നു, ഓൺലൈനിൽ നിന്നും ഓഫ്ലൈനിലേക്ക് മാറുന്നു എന്നൊരു നോട്ടിഫിക്കേഷൻ കൂടി ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഭാഗത്തു നിന്നുണ്ട്. അപ്പോൾ ഈ ചെയ്യാത്ത കുട്ടികളാണെങ്കിൽ മേ ബി നിങ്ങൾക്ക് ഇനി ഓൺലൈൻ ആയിക്കൊള്ളണമെന്നില്ല, ഓഫ്ലൈനിലായിരിക്കും. മൂന്നാമത്തെ അപ്ഡേറ്റ് ഡിസംബർ 2024 ബന്ധപ്പെട്ടതാണ്. നിങ്ങൾക്കറിയാം, കഴിഞ്ഞ ബാച്ചുകളിലൊക്കെ നമ്മൾ ഓൺലൈൻ ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്തിരുന്നു. സ്റ്റുഡൻസിൻ്റെ ഭാഗത്തുനിന്ന് ഹ്യൂജ് ബെസ്റ്റ് റെസ്പോൺസാണ് നമുക്ക് കിട്ടിയത്. എസ്പെഷ്യലി ഇൻ്റർമീഡിയറ്റിൻ്റെ 8 പേപ്പറുകളും അവൈലബിൾ ആണ്.
ഫൈനലിൻ്റെ 8 പേപ്പറുകളും അവൈലബിൾ ആണ്. ഓൺലൈൻ റെക്കോർഡഡ് ക്ലാസ്സുകൾ അവൈലബിൾ ആണ്. ഡിസംബർ 2024 അറ്റംപ്റ്റിലേക്കും അത് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ജൂലൈ 1 തൊട്ടാണ് അത് സ്റ്റാർട്ട് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഏത് സമയത്ത് നിങ്ങൾ ജോയിൻ ചെയ്താലും നിങ്ങൾക്ക് അതുവരെയുള്ള റെക്കോർഡുകൾ അവൈലബിൾ ആകും. അപ്പോൾ താല്പര്യമുള്ള ആളുകൾ, ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കാര്യങ്ങൾ, ഗൂഗിൾ ഫോം കാര്യങ്ങളൊക്കെ അത് ഫില്ല് ചെയ്താൽ നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ അതിൽ ഫില്ല് ചെയ്താൽ നിങ്ങൾക്ക് അത് കിട്ടും. അപ്പോൾ ഓൺലൈൻ ക്ലാസ്, റെക്കോർഡ് ക്ലാസ്, നല്ല ഫീഡ്ബാക്കാണ് കുട്ടികളുടെ ഭാഗത്തുനിന്ന്. ജൂൺ എക്സാമിനൊക്കെ നമ്മൾ കൊടുത്ത ക്വസ്റ്റ്യൻ ബാങ്കുകളടക്കം അതിൽ നിന്ന് കൂടുതലായിട്ട് ക്വസ്റ്റ്യൻസ് വന്നിരുന്നു, ഏകദേശം അതേ മോഡൽ ക്വസ്റ്റ്യൻസ് വന്നിരുന്നു എന്നൊക്കെ പറഞ്ഞ് ഫീഡ്ബാക്കുകൾ ഉണ്ടായിരുന്നു. ഞാനത് ഗ്രൂപ്പുകളിലൊക്കെ ഷെയർ ചെയ്തിരുന്നു. അപ്പോൾ അത്തരത്തിൽ ഡിസംബർ 2024 എക്സാമിലേക്ക് ഇൻ്ററിൻ്റെ 8 പേപ്പറും ഫൈനലിൻ്റെ മുഴുവൻ പേപ്പറും, ഫൈനലിലെ എലക്റ്റീവ് പേപ്പർ 20A SPM BV ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. അങ്ങനെ എല്ലാ പേപ്പറുകളും അവൈലബിൾ ആണ്. താല്പര്യമുള്ള ആളുകൾ അത് ഫില്ല് ചെയ്താൽ, ഗൂഗിൾ ഫോം ഫില്ല് ചെയ്താൽ നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് കൂടി കിട്ടും. സോ ദിസ് ഈസ് ദി 3 updates from my side. So please share this video with all the CMA students and all the very best for your preparation. Thank you very much.